കൊല്ലം വി പാർക്കിലാണുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് MDMA കുറിച്ചാണ്. 2025 തുടങ്ങിയിട്ട് 100 ദിവസം പുറത്തായി. അതിനിടയിൽ ഒട്ടനവധി കേസുകളാണ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, പ്രത്യേകിച്ച് അക്രമ കേസുകൾ. അതിൻ്റെ എല്ലാം ബേസ് നോക്കിയപ്പോൾ MDMA പോലത്തെ ലഹരികളാണ്. നമുക്ക് ചോദിക്കാം ആളുകളോട്, എന്താണ് ഇതിനൊരു പ്രതിവിധി, എങ്ങനെ തടയാം? ലഹരി മരുന്നുകൾക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു ബോധവൽക്കരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വലിയ തോതിൽ നമ്മളിപ്പം പിടിച്ചെടുക്കുന്നുണ്ട്. മാതൃകാപരമായ ശിക്ഷയും നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിനകത്ത് പൊതുജനങ്ങളുടെ ഒരു സഹകരണം കൂടുതൽ വേണ്ടതുണ്ട്. കാരണം ഇത് ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. കാരണം ഇത് ജനങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വലിയ ധാരണകളില്ല. ചെറുപ്പക്കാർ മാത്രമല്ല, പെൺകുട്ടികളെ ഇങ്ങനെയുള്ള കേസുകളിൽ പിടിക്കപ്പെടുന്നു ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊരു പ്രത്യേകതരം ആൾക്കാരിൽ മാത്രമായിട്ട് നിന്നിരുന്നതാണ്. ഇന്നത് വ്യാപകമായിട്ട് ഒരുപാട് ജനങ്ങൾ, ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് ഉപയോഗിക്കും. നമുക്കിപ്പോൾ ദിവസം പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അതാത് മേഖലകളിൽ അവർക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു അവയർനെസ് നൽകണം. ഇത് നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ പ്രൊഫഷനെയും നമ്മുടെ സമൂഹത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവരെ ഒന്ന് നമ്മളെ മക്കളെ, നമ്മളെ പേരൻസിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് ഒന്നാമത്തെ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളായാലും എന്താ പറയണം. വ്യാപനം തടയേണ്ട അത്യാവശ്യ കാര്യമാണ് തന്നെയാണ്. അതിലിപ്പം എല്ലാ മേഖലയിലുണ്ട്. അത് സിനിമാ ഫീൽഡായാലും ഓഫീസ് തലത്തിലായാലും കോളേജ് സ്കൂൾ തലത്തിലായാലും. അതായിരിക്കും UP സെക്ഷൻ മുതൽ കുട്ടികളിൽ ഇതിൻ്റെ വ്യാപനം തുടങ്ങിയിട്ടുണ്ട്. അതായിരിക്കും കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഭയങ്കരമായ തോതിൽ ലഹരി വ്യാപനമുണ്ട്. അത് തടയേണ്ടത് അടിയന്തരമായിട്ട് നമ്മുടെ സമൂഹവും രക്ഷകർത്താക്കളെല്ലാം ഇതിൽ ഇടപെടേണ്ട അത്യാവശ്യ ഘടകം തന്നെയാണ്. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇപ്പം വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളും, എക്സൈസ് ആയാലും അതുപോലെ തന്നെ പോലീസ് വകുപ്പും നല്ലവണ്ണം ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെയൊക്കെ എക്സൈസൊക്കെ വളരെ ലഘുവായ തോതിലുള്ള ഇടപെടലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അതിൻ്റെ കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ച് അവർ നല്ലവണ്ണം തന്നെ ഇടപെടുന്നുണ്ട്. അതിൻ്റെ ശിക്ഷാ രീതികളും ഒക്കെ കുറച്ചുകൂടെയൊക്കെ മാറ്റം വരുത്തിയാൽ അത് നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും വളരെ മാറ്റം വന്നിട്ടുണ്ട്. കേസുകളുടെ എണ്ണത്തിലായാലും ടോട്ടലി നല്ല മാറ്റം. കുറേ ബോധവൽക്കരണ ക്ലാസ് നടത്തുക. പിന്നെ അധികം ഇത് കുറേ ചെറുപ്പക്കാർ പിള്ളേർ യൂസ് ചെയ്യുമ്പോൾ അന്നത്തേക്ക് ഒരു നേരത്തേക്ക് യൂസ് ചെയ്യുന്നത്, അത് മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണെന്ന് അറിയാനും അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അത് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റ് ആവുകയും നമ്മളെ ബന്ധങ്ങൾ പോലും നമ്മൾ മറന്ന് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും അത് മേടിക്കാനോ അതിന് മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി നമ്മൾ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരെ പോലും നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റുള്ള ലഹരി വസ്തുക്കളായിട്ട് കുറച്ചുകൂടി ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ശരീരത്തിൽ ഒരു കണക്കിനുള്ള ഗുണവുമില്ല. നാഡീവ്യവസ്ഥ അടക്കം എല്ലാം ബാധിച്ച് നമ്മളെ നാശത്തിലോട്ട് കൊണ്ടുപോകുന്ന സാധനം. നമസ്കാരം. തിരക്കാണോ? ഓക്കെ, ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം ചാനലിൽ നിന്ന് വരികയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ബേസ് പറയുന്നത് MDMA പോലുള്ള ലഹരികളാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി 2 വാക്ക് പറയാം. ക്ലാസ്സുകൾ നടക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടില് പയ്യന്മാരും പെൺകുട്ടികളും ഉൾപ്പെടെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കൂടുതലും അവരെ കണ്ടെത്താനുള്ളൊരു, പിന്നെ കൂടുതൽ ക്ലാസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അറിവില്ലായ്മ കൊണ്ട് കുറെ ആൾക്കാർ അതിൽ ചെന്ന് പെടാറുണ്ട്. അതായത് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടതോ അവരാണ് സിൻസിയറായിട്ട് ജോലി ചെയ്യേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ തടയാനുള്ളതിൽ അവരവർ തന്നെയാണ് തടയേണ്ടത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇത് പിടിച്ചുകൊണ്ടുവരുന്ന നിങ്ങളും അതുപോലെയുള്ള എല്ലാ പബ്ലിക്കും അതിന് സർക്കാർ അതിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അറിയാം, ചെറുപ്പക്കാർ പിള്ളേർ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും അതേപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമാണത്, അല്ലാതെ അത് ഒരു അധികാരത്തിൻ്റെയോ ഒന്നുമല്ല. എന്നെ ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ വയ്ക്കാം. ഈ ബൈക്ക് പിടിക്കാൻ നിങ്ങൾക്കും അതുപോലെ ഇതിലുള്ള ഏതൊരു മനുഷ്യനും അത് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം തന്നെ. ഉപേക്ഷിക്കാതെ ലക്കും ലഗാനും ഇല്ലാതെ ഒരു സൊസൈറ്റിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നത് അവനും അപകടമാണ്. അത് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിനും അപകടമാണ്.